ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന 4 ഇലക്ട്രിക് വണ്ടികളുടെ കണക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇലക്ട്രിക് മാത്രമൊന്നല്ല, ഇലക്ട്രിക് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വരാനിരിക്കുന്ന പെട്രോൾ ഡീസൽ എന്നൊക്കെ. ഏതായാലും ഇനി അടുത്ത വരാൻ പോകുന്ന ടാറ്റയുടെ ലേറ്റസ്റ്റ് വാഹനം കർവാണ്. ഈ കർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നെയിമാണ്. ശരിക്കുള്ള പേര് വരുമ്പോഴേക്കും തീർച്ചയായും വ്യത്യാസം വരും. അതിപ്പോൾ നമ്മൾ പഞ്ചിൻ്റെ കേസിലൊക്കെ കണ്ടതാണ്. ആദ്യം H2X വന്നു, പിന്നെ HPX വന്നു, അതിനിടയ്ക്കൊക്കെ ടാറ്റ ഹോൺബിൽ എന്ന് പറയുന്ന പേരൊക്കെ കുറേ റൂമേഴ്സായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവസാനം എല്ലാം കഴിഞ്ഞ് പഞ്ച് എന്ന് പറയുന്ന പേരാണ് ടാറ്റ ചൂസ് ചെയ്തത്. ഈ വാഹനത്തിൻ്റെ കേസിലും അതുപോലെ തീർച്ചയായും പുതിയൊരു പേര് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഇത് ആദ്യം ഇലക്ട്രിക് ഗൈസിൽ ഇറങ്ങും, അതിനുശേഷം പിന്നെ പെട്രോൾ ഡീസലൊക്കെ ഇറങ്ങും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചും പറയുന്നുണ്ട്, ആദ്യം പെട്രോൾ ഡീസൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇലക്ട്രിക് ഇറക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ടാറ്റ ഇപ്പോൾ വണ്ടികൾ ഇറക്കുന്ന സമയത്ത് ഇലക്ട്രിക്കോ പെട്രോളോ ഏതാദ്യം ഇറക്കിയാലും അത് വലിയ ഗ്യാപ്പില്ലാണ്ട് തന്നെ അവർ അടുത്ത വണ്ടി ഇറക്കും. നമ്മളിപ്പോൾ നെക്സോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ പെട്രോൾ ഡീസൽ ഫേസ് ലിഫ്റ്റ് അവർ ആദ്യം ഇറക്കിയിട്ട് ജസ്റ്റ് ഒരു മാസത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ഇലക്ട്രിക് മോഡൽസ് കൂടി ഇറക്കിയായിരുന്നു. അതുകൊണ്ട് ഏതാദ്യം ഇറക്കുകയാണെങ്കിലും വലിയ ഡിലേ ഇല്ലാണ്ട് തന്നെ അടുത്ത മോഡൽസും വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ പ്രശ്നമാക്കേണ്ട സംഭവമൊന്നും അതിലില്ല. ആൻഡ് ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ടാറ്റയുടെ ആക്റ്റീവ് അല്ലെങ്കിൽ Active.ev എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമായിരിക്കും. ആൻഡ് ബേസിക്കലി ഇത് നമ്മുടെ നെക്സോണിൻ്റെ X1 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ തന്നെ ഈ പറയുന്ന പോലെ EV റെഡി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, അതായത് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ എന്ന് പറയുമ്പം പ്രോപ്പർ സ്കേറ്റ് ബോർഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു വേറെ രൂപം എന്ന് പറയാം. അതായത് ഡെഡിക്കേറ്റഡ് EV നോർമൽ പ്ലാറ്റ്ഫോം എടുത്തിട്ട് അവർ സ്കേറ്റ് ബോർഡ് പോലെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവർ ഈ അടുത്ത് പഞ്ചിലും കൊടുത്ത്. അത് ആക്റ്റീവ് പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നൊരു വാഹനമായിരുന്നു. എന്തായാലും ഇത് വരുമ്പോൾ നമുക്കറിയാം ഈ വണ്ടിയുടെ കറക്റ്റ് സ്പെക്കൊക്കെ എന്തായിരിക്കുന്നത്, അതായത് ബാറ്ററി കൺഫിഗറേഷനൊക്കെ. എന്തായാലും നമ്മുടെ നെക്സോൺ EVയുടെ ലോങ് റേഞ്ചിൽ വരുന്ന 40.5 kWh മുകളിൽ ഈ വണ്ടിയുടെ ബാറ്ററിക്ക് തീർച്ചയായും സൈസ് ഉണ്ടാവും. അറൗണ്ട് 50 kWh അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാം, അല്ലെങ്കിൽ 45ൻ്റെ അടുത്ത്. അതായത് അതിന് മുകളിൽ റേഞ്ചും ഉണ്ടാവും. ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സിനടുത്ത് ക്ലെയിംഡ് റേഞ്ച് വരും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 4 മീറ്ററിന് മുകളിൽ ലെങ്ത് വരുന്നൊരു കൂപ്പ SUV ആണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഡ്രൈവേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന സെഡാൻസ്, അതായത് സിറ്റി സ്ലാവിയ, മറ്റേ വരുന്ന ഇങ്ങനത്തെ വണ്ടികളൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിട്രോയിൻ്റെ C3X എന്ന് പറഞ്ഞൊരു കൂപ്പ SUV ഉണ്ട്, അതിനെയും വേണമെങ്കിൽ ഇതിൻ്റെ റൈവലായിട്ട് കൂട്ടാം. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും. പക്ഷേ എന്നാൽ കാണുമ്പം ഒരു കൂപ്പ ലൈക്ക് ഡിസൈൻ ഫോർമാറ്റ് ഈ വാഹനത്തിൽ അവർ പിന്തുടർന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ടാറ്റയുടെ പുതിയ 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിനൊക്കെ വരും. അത് പുതിയ എഞ്ചിനാണ്, MPFI ടെക്നോളജി അല്ല, പുതിയ TGDI ടെക്നോളജിയിലായിരിക്കും അത് വരുന്നത്. 125 PS പവറൊക്കെ ഉണ്ട് അതിന്. ഒബ്വിയസ്ലി നെക്സോൺ EVയുടെ മുകളിലായിട്ട് തന്നെയായിരിക്കും അവർ ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മുകളിൽ വേറൊരു വണ്ടിയും കൂടെ വേണമല്ലോ, അതാണ് ഇവരുടെ ഹാരിയർ ആൻഡ് സഫാരി EV. ഈ അടുത്ത് ടാറ്റയുടെ ഒരു സ്പൈഡ് ഇമേജ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് കർവ്, ഹാരിയർ, സഫാരി. ഈ 3 ഇലക്ട്രിക് വണ്ടികൾ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ വണ്ടികൾ ഇനിയിപ്പോൾ ഈ വർഷം വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന്. ആക്ച്വലി ഇത്തരം വണ്ടികളാണ് വരാനുള്ളത് ഇവർക്ക് ഈ വർഷം. 2 വണ്ടികളാണ് 2024 വേണ്ടി പറഞ്ഞിരിക്കുന്നത്, 2 വണ്ടികളാണ് 2025 വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു കർവ് EV, അതായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന EV. അതിനുശേഷം 2024 അവസാനമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് ഈ ഹാരിയർ EV വരുന്നത്. അത് കഴിഞ്ഞ് എന്നോടൊപ്പം തന്നെ ഒരു സഫാരി EV ഇറക്കും. പ്രത്യേകിച്ച് അതിന് ടെസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് തീർച്ചയായും അത് ഇറക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാരിയറിൻ്റെ 7 സീറ്റർ സഫാരി എന്ന രീതിയിൽ തന്നെയായിരിക്കും. അതായത് ഡീസലിൻ്റെ കേസിൽ വരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്ക് അവിടെ ഒരു ഫോർമാറ്റ് ടാറ്റ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫേസ് ലിഫ്റ്റ് വന്ന ഡിസൈൻ നമ്മൾ പണ്ട് 2023 നടന്ന ഓട്ടോ എക്സ്പോയിൽ കണ്ടതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഇനിയിപ്പം ഹാരിയർ EV വരുമ്പം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ ഡിസൈൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. കാരണം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആൻഡ് പിന്നെ മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഗ്രില്ല് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ കുറച്ച് പുതിയ ഡിസൈൻ എലമെൻറ്റ്സോ ബമ്പറോ സാധനങ്ങളൊക്കെ അവർ ആഡ് ചെയ്യുമായിരിക്കും. അത്രേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് മേജർ ആയിട്ടുള്ള ഡിസൈൻ വ്യത്യാസമൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ എന്നാൽ ടാറ്റയുടെ ലൈനപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് വരാൻ പോകുന്ന വാഹനമായിരിക്കും ഇത് എന്ന് നമുക്ക് തീർച്ചയായും പറയാം. ഇപ്പോഴത്തെ ലീക്ഡ് റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് 50 to 60 kWh അടുത്ത് വരെ, അതായത് അതിൻ്റെ ഇടയിലുള്ള ബാറ്ററി കൺഫിഗറേഷൻ ആയിരിക്കും ഈ വണ്ടിയിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈസിലി 500 കിലോമീറ്റേഴ്സിന് മുകളിൽ ക്ലെയിംഡ് റേഞ്ച് പോകും. ആൻഡ് റിയൽ ലൈഫ് പവർ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ടാകും, 200 PSൻ്റെ അടുത്തുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ കറക്റ്റ് ഫിഗേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് പറഞ്ഞതാണ് പവറിൻ്റെയൊക്കെ. പിന്നെ ഇത്രയും കാലം ആൾക്കാർ ഹാരിയറിൽ ഓൾ വീൽ ഡ്രൈവ് ഇല്ല, 4 വീൽ ഡ്രൈവ് ഇല്ല, സഫാരിയിൽ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഈ വണ്ടിയിൽ ഓൾ വീൽ ഡ്രൈവ് വരാനുള്ള സാധ്യത തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2023 ഓട്ടോ എക്സ്പോയിൽ ടാറ്റ അത് സൂചിപ്പിച്ചതായിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവന്നില്ല എങ്കിലും ഇലക്ട്രിക് വരുമ്പം ഞങ്ങൾ ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവരുന്നത്. പക്ഷേ അഗൈൻ ഇലക്ട്രിക് ആയതുകൊണ്ടും അത് നമുക്കങ്ങനെ ഹാർഡ് കോർ ഓഫ് റോഡിങ് എന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇത് ഈ വർഷം വരും, ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം അവസാനം ആകുമ്പോഴേക്കായിരിക്കും ഈ വണ്ടി വരാൻ
വരാൻ പോകുന്നത്. ഇനി അടുത്ത വാഹനം, അതായത് 2025 അവർ റിസർവ് ചെയ്തിരിക്കുന്ന 2 വണ്ടികളുണ്ട്. അതിൽ ഒരെണ്ണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഈ വണ്ടിയല്ല. ഇത് ആദ്യം നമ്മൾ പറയാൻ പോകുന്ന അൾട്രോസ് EV പറ്റിയാണ്. ഇതായിരിക്കും 2025 സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന അവരുടെ ഇലക്ട്രിക് വണ്ടി. ശരിക്കും പറഞ്ഞാൽ 2020 നടന്ന ഓട്ടോ എക്സ്പോയിൽ ടാറ്റ അൾട്രോസ് EV കാണിച്ചതാണ്. ഇത്രയും കാലമായിട്ട് ആ വണ്ടി ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 165 mm ആണ് നോർമൽ അൾട്രോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് EV ആക്കുമ്പോഴേക്കും താഴെ ബാറ്ററി പാക്ക് വയ്ക്കുമ്പോൾ 20 mm കൂടെ കുറയും. അതായത് 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ടാറ്റ ഇറക്കാത്തതെന്നാണ് കുറേ റൂമേഴ്സും ലീക്സും ഒക്കെ വന്നത്. ടാറ്റ ഒഫീഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ മീഡിയയോട് പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ 2025 അൾട്രോസ് EV ഇറങ്ങും എന്നുള്ള കാര്യം ടാറ്റ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരാ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ അവർ പുതിയ ആക്റ്റീവ് പ്ലാറ്റ്ഫോം, അതായത് Active.EV എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ വന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിപ്പം അവരതിനു വേണ്ടി ഹെവിലി മോഡിഫൈ ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. പണ്ടത്തെ എന്ന് പറയുന്നത് നമ്മൾ നെക്സോൺ EVയിലൊക്കെ കണ്ട പോലെ ആൽഫ പ്ലാറ്റ്ഫോം എടുത്തിട്ട് അത് ഇലക്ട്രിഫൈ ചെയ്തിട്ട് അവർ ഇറക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പഞ്ചിൻ്റെ കേസിൽ കണ്ട പോലത്തെ ആ ഒരു സെയിം ടെക്നോളജി ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ തീർച്ചയായും ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യാം. അത് ഇപ്പോഴത്തെ ടാറ്റയുടെ വണ്ടികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഡിസൈനിലും കുറച്ചൊക്കെ വ്യത്യാസം പ്രതീക്ഷിക്കാം. ഇപ്പോൾ വരുന്ന പോലെ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ടാറ്റയുടെ വണ്ടികളൊക്കെ അവർ മൊത്തത്തിൽ അവരുടെ പുതിയ ഡിസൈൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മാറാത്തത് ഇനി ബാക്കിയുള്ളത് അൾട്രോസും ടിയാഗോയും ടിഗോറും ആണ്. പിന്നെ പഞ്ചിൻ്റെ പെട്രോൾ മാറിയിട്ടില്ല. പക്ഷേ പഞ്ചിൻ്റെ പെട്രോൾ കുറേ കാലത്തിനുള്ളിൽ മാറുമായിരിക്കും. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വർഷം, അതിനുള്ളിൽ പഞ്ചിൻ്റെ പെട്രോളും ഫേസ് ലിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അൾട്രോസ് EVയുടെ സ്പെക്കിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പഞ്ചിൽ കിട്ടിയ പോലൊക്കെ തന്നെ ആയിരിക്കും. 25 to 35 kWh ഇടയിലായിരിക്കും ഇതിനകത്തും ബാറ്ററി പാക്ക് അവർ മിക്കവാറും ഉപയോഗിക്കുന്നത്. പിന്നെ അക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഈ സെയിം ബാറ്ററി പാക്ക് ഉപയോഗിക്കണമെന്നില്ല. ടാറ്റ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 36 37 kWh ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 33 32 ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തീർച്ചയായും ബാറ്ററി ചൂസ് ചെയ്യുന്ന സമയത്ത് ടാറ്റ ചെയ്യും. ബാക്കി ഇപ്പോൾ പ്രൈസിങ് ആണെങ്കിലും ഡീറ്റെയിൽസും സ്പെക്കും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചുമായിട്ട് വളരെ സിമിലർ ആയിരിക്കും. ഇനി 2025 അവസാനം ആകുമ്പോഴേക്കും വരാൻ പോകുന്നതാണ് ടാറ്റയുടെ ഇൻട്രസ്റ്റിംഗ് വണ്ടിയായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്തല്ല, എൽട്രോസിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. അതാണ് ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിയറ EV. ടാറ്റയ്ക്ക് സത്യം പറഞ്ഞാൽ പഴയ വണ്ടികളുടെ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാകെ സഫാരി എന്ന് പറയുന്നൊരു പേര് മാത്രമേ അവരിപ്പോഴത്തെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് പക്ഷേ വീണ്ടും ഒരു ലെഗസി എന്ന രീതിയിൽ പേര് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സിയറ. ആൻഡ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ്. ഇത് കുറച്ച് കാലം മുമ്പ് അവർ കാണിച്ച കോൺസെപ്റ്റാണ് 2023 ഓട്ടോ എക്സ്പോയിൽ. ആൻഡ് അത് അത്യാവശ്യം രസമുള്ള വണ്ടിയായിരുന്നു. നമ്മളിപ്പോൾ കണ്ടുവരുമ്പം പഴയ സിയറയുടെ ഒരു ഹെറിറ്റേജ് ഒക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് എഫക്റ്റും, അതായത് ബാക്കിലുള്ള മൊത്തം ഒരു ഗ്ലാസ് ഹൗസ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ല, പക്ഷെ എന്നാലും അതിൻ്റെയൊക്കെ ഡിസൈൻ ഒരു പരിധി വരെയൊക്കെ സിമിലാരിറ്റി വരുന്ന രീതിയിൽ അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ വളരെ പ്രീമിയം ആയിരുന്നു. ആൻഡ് ആ വണ്ടിയുടെ ഇൻറ്റീരിയർ നമ്മളിപ്പം ഈ അടുത്ത് ഏകദേശം അതുപോലെ ഇരിക്കുന്ന സഫാരിയുടെ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടു. ആൻഡ് നെക്സോണിൻ്റെയും പഞ്ചിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് അതുപോലെയാണ്. പഞ്ചിൻ്റെ ഞാൻ പറയുന്നില്ല, പക്ഷേ നെക്സോണിൻ്റെയും പുതിയ സഫാരിയുടെ ഒക്കെ ഓൾമോസ്റ്റ് ആ വണ്ടിയുടെ ഇൻറ്റീരിയർ പോലെ ഇരിക്കുന്നത്. പല ഫീച്ചേഴ്സും കോമൺ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എന്നാലും ആ വണ്ടിയുടെ ഡിസൈനൊക്കെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം രസമുള്ളൊരു വാഹനമാണ് എന്ന് പറയാം. ആൻഡ് ഇത് വരുന്ന സമയത്ത് കറക്റ്റ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പോഴും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു അവർ മിക്കവാറും കർബിൻ്റെയും അതുപോലെ ഹാരിയർ സഫാരിയുടെയും ഇടയിലായിരിക്കും ഈ വാഹനം ഇടാൻ ഉദ്ദേശിക്കുന്നതാണ്. അത് ഇപ്പോഴും കറക്റ്റ് അതിൻ്റെ ഒരു സ്പെക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, ഈ വണ്ടി എവിടെ വരും എന്നുള്ളത്. പിന്നെ കുറച്ച് റൂമേഴ്സൊക്കെ വരുന്നതനുസരിച്ച് ഈ വണ്ടിയുടെ പെട്രോൾ പവേർഡ് മോഡൽസും വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ടാറ്റയുടെ പുതിയ 1.5 TGDI വെച്ചായിരിക്കും തീർച്ചയായും ഇത് വരാൻ പോകുന്നത്. അതും അവർ 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ചതാണ്. 1.5 TGDI എന്ന് പറയുമ്പം 170 bhp പവറും 280 Nm ടോർക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. അത്യാവശ്യം നല്ല എഞ്ചിനായിരിക്കും. കാരണം ഇപ്പോൾ അവർ MPFI ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ടർബോ പെട്രോൾ ഭയങ്കര വലിയ പവറൊന്നും ഫീൽ ചെയ്യില്ല, വലിയ മൈലേജും ഇല്ല നമ്മൾ ടർബോയുടെയൊക്കെ കേസെടുക്കുകയാണെങ്കിൽ. പക്ഷേ TGDI വരുമ്പോഴേക്കും മൈലേജും പവറും ആ കാര്യങ്ങളൊക്കെ സോർട്ട് ആവേണ്ട കാര്യമുണ്ട്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇപ്പോഴത്തെ വരുന്ന മിക്ക ടർബോ പെട്രോൾ എഞ്ചിൻസും TGDI, അതായത് ടർബോ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കാം. ഏതായാലും ഗൈസ്, ഇതാണ് ടാറ്റയുടെ ലേറ്റസ്റ്റ് ഇലക്ട്രിക് വണ്ടികളെ പറ്റിയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.